ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ ടെറസിലുണ്ടായ ചോളത്തിൻ്റെ കുറച്ച് വിശേഷങ്ങളുമൊക്കെ ആയിട്ടാണ്. ചോളമൊക്കെ പറിക്കാറായി നിൽപ്പുണ്ട്. പറിക്കാറായി എന്ന് പറഞ്ഞാലും ലക്ഷണമൊക്കെ കണ്ടിട്ട് പറിക്കുന്ന സമയം കഴിഞ്ഞു പോയിട്ടുണ്ടെന്നാണ്. സത്യത്തിൽ ഞാൻ ചോളം ഉണ്ടായി നിൽക്കുന്ന ആദ്യമായാണ് കാണുന്നത്. അത് ഉണ്ടായി നിൽക്കുന്നത് സ്വന്തം തോട്ടത്തിൽ നിന്ന് തന്നെ കണ്ടപ്പോൾ ഒത്തിരി സന്തോഷവും തോന്നി. എൻ്റെ കൃഷിത്തോട്ടത്തിൽ മെയിനായി പച്ചക്കറിയാണ് ഞാൻ കൃഷി ചെയ്യുന്നത്. എങ്കിലും വെറുതെ ഒന്ന് പാകി നോക്കിയതാണ്. എന്തായാലും സംഭവം സക്സസ്. ഉണ്ടാകുമെന്ന് ഒന്നും അറിയത്തില്ലായിരുന്നു. ചോളമൊക്കെ ഇവിടെയും ഉണ്ടാകുമെന്ന് ഇപ്പം മനസ്സിലായി. എന്തായാലും എല്ലാം തന്നെ ഇപ്പം നമ്മുടെ മണ്ണിലും ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നെ കാറ്റത്തൊക്കെ വീണ് പോകാതിരിക്കാൻ എന്തെങ്കിലുമൊക്കെ ഒരു സപ്പോർട്ട് കൊടുക്കുന്നത് നല്ലതാണ്. എൻ്റെ 2 ചുവട് എനിക്ക് അങ്ങനെ ഒടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഇതിൽ നിന്നൊക്കെ മനസ്സിലായത് ഇപ്പോൾ പറിക്കുന്ന സ്റ്റേജ് അത്രയും നിർത്തേണ്ട ആവശ്യമില്ല എന്നാണ്. പിന്നെ ഇതിൽ നിന്ന് ചോളത്തിൻ്റെ മണികളൊക്കെ രൂപപ്പെടുന്നത് ഇതിൻ്റെ മുകളിൽ നെൽക്കതിർ പോലെയുള്ള ഭാഗമില്ലേ, അതിൽ നിന്ന് മണികൾ ചോളത്തിൻ്റെ അഗ്രഭാഗത്തുള്ള രോമത്തിൽ വന്ന് വീഴണമെന്നാണ് പറയപ്പെടുന്നത്. എങ്കിലേ മണികൾ കൂടുതലായി ഉണ്ടാകുമെന്ന് പറയുന്നത്. എനിക്കിതേപ്പറ്റി കൂടുതൽ അറിവുകളൊന്നുമില്ല. അനുഭവത്തിൽ നിന്നാണ് കൃഷി അറിവുകൾ ഞാനിപ്പോൾ പഠിക്കുന്നത്. പിന്നെ പരാഗണം നടക്കാൻ വേണ്ടി ഈ ചോളം അടുപ്പിച്ചടുപ്പിച്ച് വെക്കുകയാണ്. ഇതിൻ്റെ മണ്ടയിൽ നിന്ന് വീഴുന്ന ആൺപൂവ് ഇതിൽ വന്ന് ഓട്ടോമാറ്റിക്കലി വീണോളും. ഈ തോട്ടങ്ങളിലൊക്കെ നടുമ്പോൾ ഇതെല്ലാം അടുത്തടുത്താണല്ലോ നിൽക്കുന്നത്. അപ്പോൾ ഓരോന്നും നമുക്ക് പരാഗണം നടത്താൻ സാധിക്കില്ല. അതൊക്കെ പ്രകൃതിയുടെ തന്നെ ഭാഗമായിട്ട് കാറ്റത്ത് വന്ന് വീണാണ് പരാഗണങ്ങളും നടക്കുന്നത്. ഇപ്പോൾ എനിക്ക് കിട്ടിയ ചോളം കണ്ടല്ലോ, ഇതിൻ്റെ അകവശം എന്താണെന്ന് അറിയാൻ ആകാംക്ഷ മൂത്ത് അതിൻ്റെ തോലൊക്കെ ഞാൻ പറിച്ചെടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ ചോളം ഫൈനലി ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇതിൻ്റെ മണികളൊക്കെ ഇടയ്ക്ക് വെള്ള മുത്ത് പോലെ നിൽപ്പുണ്ട്. ഇതെന്താ ഇങ്ങനെ വന്നെന്ന് എനിക്ക് അറിഞ്ഞൂടെ. എനിക്ക് തോന്നുന്നു കണ്ടിട്ട് ഇത് മൂത്ത് പോയിട്ടാണ് ഇങ്ങനെ വന്നെന്ന് തോന്നുന്നു. പിന്നെ ചോളത്തിൻ്റെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മണികൾ ചിലതിന് ഉള്ളൂ. ഇത് കണ്ടില്ലേ ഇരിക്കുന്നത്, അവിടെ ഇവിടെയൊക്കെയുള്ള മണികൾ. പക്ഷേ ഇത് നന്നായി മൂത്തിട്ടുമില്ല. ഞാൻ പറിച്ച് തിന്നിട്ട് ഇളമായിട്ടാണ് ഇരിക്കുന്നത്. അതാണ് ഞാൻ ചവച്ച് തിന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ എല്ലാത്തിൻ്റെ തോലെല്ലാം പറിച്ച് ഞാൻ നോക്കി. ഇത്രയാണ് അപ്പോൾ എനിക്ക് കിട്ടിയേക്കുന്ന ചോളം. അങ്ങനെ എനിക്ക് കിട്ടിയ ചോളം ഞാൻ ആവിയിൽ നന്നായി പുഴുങ്ങിയെടുത്തതിന് ശേഷം നാരങ്ങാനീരും മുളക് പൊടി ഉപ്പുമൊക്കെ ചേർത്ത് വേവിച്ച് കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇച്ചിരി മൂത്ത് പോയതിൻ്റെ ഒരു ഫീലിങ്സും ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.